വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ നിരാശയാണ്. തൊഴിലാളികളായ 5 പേരിൽ ആരെയും കണ്ടെത്താനായില്ല. NDRF സംഘം 4 സോണുകളായി തിരിഞ്ഞായിരുന്നു ഇന്നത്തെ പരിശോധന. നാളെ മുതൽ ദൗത്യസംഘം വിപുലീകരിച്ച തിരച്ചിൽ നടത്താനാണ് തീരുമാനം. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി ചികിത്സയിൽ കഴിയുന്നവരെയും ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിൽ അപകടത്തിൽപ്പെട്ട 2 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നാളെ രാവിലെ മണ്ണിടിച്ചിൽ പ്രദേശത്ത് എത്തും. വയനാട്ടിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, മുഖ്യമന്ത്രി VD സതീശൻ ഇന്നിപ്പോൾ ദുരന്ത സ്ഥലം സന്ദർശിച്ചു. നിർണായക യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് വിലയിരുത്തി. മാത്രമല്ല, ഈ കാണാതായവർക്കായുള്ള തിരച്ചിൽ രാത്രി ഏറെ വൈകിയും തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മന്ത്രിമാർ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ, ഈ അന്വേഷണത്തിനെല്ലാം ഏകോപനം ചെയ്യുന്നുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നത്തെ പരിശോധന ഒരു നിരാശയിലേക്കാണ് കലാശിച്ചത്. കാണാതായ 5 പേരിൽ ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ പരിശോധന മൺകൂനകൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നില്ല. സമീപത്തൊരു പുഴയൊഴുകുന്നുണ്ടായിരുന്നു. ആ ഭാഗം കൂടി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഈ പുഴയുടെ ഇരുവശങ്ങളിലും കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിൽ കൂടുതൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയുണ്ടാകും. കൂടാതെ കൂടുതൽ ദൌത്യ സന്നദ്ധ സേവന പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ പരിശോധന വിപുലീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി VD സതീശൻ ദുരന്ത സ്ഥലത്തെത്തി കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇത്തരത്തിൽ ജനപ്രതിനിധികളോട്, നാട്ടുകാരോട് ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും നേരിട്ട് കണ്ട് അവരുടെ ആശങ്കകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം കളക്ടറേറ്റിൽ യോഗം വിളിച്ചു ചേർത്ത്, അവലോകന യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൌത്യ സംഘത്തെ വിപുലീകരിക്കുമെന്നാണ്. ഈ സാങ്കേതികപരമായും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ചെയ്യുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സമഗ്രമായി പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതിയെ ഉൾപ്പെടെ നിയോഗിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ദുരന്തമുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. എന്നിരുന്നാൽ പോലും ഇത് പർവ്വതീകരിച്ച് കാണിക്കുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകരുത്. വയനാട് ജില്ലയിൽ ആകെ മൊത്തം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തരുത് എന്നുള്ള കാര്യവും അദ്ദേഹം മാധ്യമങ്ങളോടക്കം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് കാണാതായവരെ കണ്ടെത്തുന്നതുവരെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഈ അപകട സാധ്യതാ സ്ഥലത്ത് താമസിക്കുന്നവരെ അവർ തയ്യാറാണെങ്കിൽ അവരെ മുഴുവൻ പൂർണ്ണമായ രീതിയിൽ പുനരധിവസിപ്പിക്കും. അതിന് സർക്കാർ സജ്ജമാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, DIG ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ തിരച്ചിൽ നടത്താൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. സ്വപ്ന. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ വൈകിയും തുടരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നിരാശയാണ് ലഭിച്ചിരിക്കുന്നത്. 5 പേരെ, അവരെ കണ്ടുകിട്ടുന്നവരെയും അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ഈ പരിക്കേറ്റ 2 പേരുടെ അവസ്ഥ അത് ഗുരുതരമായി തുടരുന്നു. എന്തായാലും വിപുലമായി തന്നെ ഈ സംഘം രൂപീകരിച്ച് തിരിച്ച് 4 സോണുകളൊക്കെ ആയി തിരിഞ്ഞാണ് ഇനിയിപ്പോൾ പരിശോധന തുടർന്ന് അങ്ങോട്ട് നാളെ അടക്കം മുന്നോട്ട് പോകുക. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ്.